നമുക്കിന്നൊരു ചിക്കൻ റാപ്പ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ബോൺലെസ് ചിക്കൻ നല്ല കുനുകുനാന്ന് അരിഞ്ഞ് മസാല പുരട്ടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി അടുപ്പിൽ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് അടച്ച് വെച്ച് വേണമെങ്കിൽ വേവിക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് കുക്കായി കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് സവാള, ലെറ്റ്യൂസ് ഇതെല്ലാം അങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. പിന്നെ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ കുറച്ച് തക്കാളി എടുത്തുള്ളൂ, കാരണം എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടമല്ല തക്കാളിയുടെ ടേസ്റ്റ്. പിന്നെ അത് അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടോർട്ടില്ലയുടെ റാപ്പാണ്. അതിലേക്ക് ഇച്ചിരി ഭംഗിക്ക് കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് അങ്ങ് സെറ്റ് ചെയ്തു. ലാസ്റ്റ് കുറച്ച് ലെറ്റ്യൂസ് കൂടെ വെച്ച് പെരി പെരിയുടെ മയോണൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മയോണൈസും സോസും ഉപയോഗിക്കാം. പിന്നെ ഇത് റാപ്പ് ചെയ്തെടുക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ. ഇത് വളരെ ഫില്ലിംഗ് ആയിട്ട് നമുക്കൊരു ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി റാപ്പാണ് കേട്ടോ. സ്കൂളിലൊക്കെ കൊടുത്തുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഹെവി ആയിരിക്കും. പക്ഷെ ജോലിക്ക് പോകുന്നവർക്ക് ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കാവുന്നൊരിതാണ്. അപ്പം ഞാൻ ദേ ഒരു ഫോയിൽ പേപ്പർ എടുത്ത് അതിൽ നന്നായിട്ട് റാപ്പ് ചെയ്ത് നല്ല സെറ്റാക്കി ഇതേ പാത്രത്തിൽ അടച്ചു വെച്ചു. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ആകെ ആ ചിക്കൻ ഫ്രൈ ചെയ്യുന്നൊരു പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.